ഹലോ ഗൈസ്, പ്ലാൻസലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു റെസിഡൻഷ്യൽ ഏരിയക്കകത്ത് വരുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള വീട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതും നമ്മുടെ തിരുവനന്തപുരം ഹൃദയഭാഗമായിട്ടുള്ള വട്ടിയൂർക്കാവ് ജംഗ്ഷൻ അടുത്ത്, അതായത് കോർപ്പറേഷനോട് വളരെ അകത്ത് നിൽക്കുന്ന, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ അകത്ത് നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതും നമ്മുടെ സ്വന്തം ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. റെസിഡൻഷ്യൽ ഏരിയയാണ്, ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. സോ ഞാൻ ആ പറഞ്ഞ വീടാണ് നമ്മളിതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2200 സ്ക്വയർ ഫീറ്റിൽ 4.5 സെൻറ്റിൽ 4 ബെഡ്റൂമുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ ഈ കാണുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു മുറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കോബിൾ സ്റ്റോൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. നേരെ കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ കാണാം. അതിൻ്റെ ഇടയിൽ ഒരു നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കവേർഡ് ആയിട്ടുള്ള പാർക്കിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇപ്പം നിലവിൽ ഇത് ഓപ്പൺ ആണ്. ഇവിടെ മുകളിൽ ഒരു കവേർഡ് സ്ട്രക്ചർ വരുന്നതാണ്. സോ പൂർണ്ണമായി ചുടുകല്ലിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ അകത്തേക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു ഫോയർ സ്പേസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്വിച്ചസ് എന്ന് പറയുന്നതെല്ലാം ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. വയറിംഗ് എല്ലാം വി-ഗാർഡിൻ്റെ വയറിംഗ് ആണ്. അകത്തേക്ക് കയറുമ്പോൾ ഒരു വുഡൻ ഫിനിഷിങ്ങുള്ള ടൈലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡോർ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വലിയൊരു ഡോറാണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നത്. ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ടീക്ക് പാനലിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏലിൻ്റെ ഒരു ഡിജിറ്റൽ ലോക്കാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതാ നമ്പർ വഴിയും, അതായത് ഫിംഗർ പ്രിൻറ്റ് വഴിയൊക്കെ നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉള്ളിൽ കയറി വരുമ്പോൾ ഇവിടെ ഒരു വാൾ സ്റ്റിക്കറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണുന്നത് വളരെ എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റിക്കറിംഗ് പോർഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് വരാം. വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ സീലിംഗ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു വുഡൻ ഫിനിഷിംഗുള്ള ഒരു സീലിംഗ് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. അവിടെ കോബിൾ ലൈറ്റ്സുകൾ കൊടുത്തിട്ടുള്ളത് കാണാം. ചുറ്റും LED ലൈറ്റുകൾ ഇവിടെ കാണാം. ലൂക്കറിൻ്റെ ലൈറ്റ്സുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുള്ള ഒരു സ്പേസ് വരുന്നത്. ഇത് ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. നമുക്കിവിടെ നമ്മുടെ പതക്കങ്ങൾ, സ്വർണ്ണം എന്നല്ല, നമുക്ക് കിട്ടുന്ന ട്രോഫികൾ ഒക്കെ സാധനങ്ങൾ ഇവിടെ വയ്ക്കുന്നൊരു സ്പേസാണ്. ഈ പതക്കങ്ങൾ പറയുമ്പോൾ എപ്പോഴും പറക്കുന്തള്ളി ഓർമ്മ വരും. അതിലെ ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു മെഡലൊക്കെ ബസ്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. സോ അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമെന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. പൊതുവേ ലിവിങ് ഏരിയ വലുതായിട്ട് കൊടുക്കും, ഡൈനിങ് ഏരിയ ഭയങ്കര ചെറുതായിരിക്കും. ഇവിടെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഏകദേശം ഒരേ വലിപ്പത്തിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നമുക്കിത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മറൈൻ പ്ലേയിൽ ചെയ്തിരിക്കുന്ന ഒരു കബോർഡാണ്. ഒരുപാട് സ്പേസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. ഇതെല്ലാം വലിയ കബോർഡ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും എല്ലായിടത്തും ഒത്തിരി സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറവല്ലെന്ന് നമുക്ക് തോന്നും. അതിൽ തന്നെ ഈ ഒരു പിടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല. ഇനി ലിവിങ് പരിചയപ്പെട്ടു, ഡൈനിങ് പരിചയപ്പെട്ടു. ഇനി ഏറ്റവും മേജർ ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ കിച്ചണാണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ലെപ്പോത്ര ഗ്രാനൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കാണാം. ഇത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. അതുപോലെ ഇവിടെ കുറേയില്ലല്ലോ 2 ലൈറ്റുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കിച്ചണിൻ്റെ പൈപ്പും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ പ്രിൻസിൻ്റെ ഒരു വാഷ് ബേസിനാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഗ്രാനൈറ്റ് ആണ് ഈ പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുള്ളത്. ഈ സ്ലാബ് ഗ്രാനൈറ്റ് ആണ്. ഇതിൻ്റെ താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറൈൻ പ്ലേയിൽ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഓപ്പൺ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. നോക്കട്ടെ, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം ലൈഫ് സ്മാർട്ടിൻ്റെ ഫിറ്റിങ്സ് ആണ് കേട്ടോ, ബ്രാൻഡാണ്. ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ള സോഫ്റ്റ് ക്ലോസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെല്ലാം ഇനി കൈപ്പിടികൾ വരേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. സംഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. പിന്നെ ഹുഡ് ആൻഡ് ഹോബ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതും വച്ചിട്ടില്ല. പോർഷൻസ് പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ ക്യാപ്പുകൾ ഒന്നും വച്ചിട്ടില്ല. ഇതൊക്കെ കുറച്ച് പണികൾ ഇനി ബാലൻസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ അത്യാവശ്യം ഒരു ചെറിയൊരു വർക്ക് ഏരിയയാണ്. കമ്പാരിറ്റീവ്ലി കിച്ചൺ നോക്കുമ്പോൾ സ്പേസ് കുറച്ച് കുറവാണ്.
ഇവിടെ ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്, പൈപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. വെള്ളയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ഒരു നനകല്ല് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ചെറിയൊരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ബാക്കിൽ റീറ്റൈൻ വാളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് വീടുകളുണ്ട്, തൊട്ടപ്പുറത്ത് ഒരുപാട് വീടുകളുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു ഭാഗത്തും വീടുണ്ട്. എല്ലായിടത്തും വീട്ടിൽ ആൾക്കാർ താമസിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഒരു റിമോട്ടായിട്ടുള്ളൊരു ഏരിയ അല്ല. വട്ടിയൂർക്കാവിനോട് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇനി ഇവിടുത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂം എന്ന് പറയുന്നത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് നമുക്കിതാ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 11 അടിയാണ് വരുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 12 അടി കൂടുതൽ, അതായത് ഏകദേശം 14 അടി 14-11 സൈസ് വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുള്ളത് കാണാം. 3 പാളികളുള്ള കബോർഡുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു കബോർഡാണ്. ഇവിടെ നമുക്ക് തുറക്കുമ്പോൾ കാണുന്നത് വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാം വരുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. നമുക്കത് ഈ ഒരു ഭാഗത്തൊക്കെ സാധനങ്ങൾ വരുന്നതാണ്, അതായത് പ്ലംബിംഗ് ഫിറ്റിങ്സ് എല്ലാം വരുന്നതാണ്. ഇനി ബെഡ്റൂമിൻ്റെ ഡോറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡോറുകളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ എല്ലാം എയിലിൻ്റെ കീസാണ് വരുന്നത്. ഇനി നമുക്കിവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ 3 പാളികളുള്ള ഒരു കബോർഡ് കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കോൺട്രാസ്റ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ചുറ്റും വൈറ്റും ഒരു ഗ്രീൻ പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പാർട്ടീഷൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ചെയ്യുന്ന വലിയൊരു ബാത്റൂം സ്പേസ് ആണ്. നിങ്ങൾക്കറിയാം, ഇത്രയും ദൂരെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇവിടെയാണ് ക്ലോസറ്റിൻ്റെയൊക്കെ സ്ഥാനം വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഷവറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡോർസ് എന്ന് പറയുന്നത് ഫൈബർ ഡോറുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതിന് തൊട്ട് മുന്നേ വാഷ് ബേസിൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെയും സാധനങ്ങളൊന്നും വെച്ചിട്ടുള്ളതുകൊണ്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ജാഗ്വാറിൻ്റെ വാഷ് ബേസിൻ ആയിരിക്കും അവിടെ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളും വരുന്നത്. മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ കേസാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ 10 mm ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ മഹാഗണിയുടെ ഒരു പ്ലേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന മുകളിലേക്ക് കയറുന്നുള്ള സ്പേസിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് പർഗോള കാര്യങ്ങൾ കാണാം. അതുപോലെ ഒരു സാൻഡൽ കളറിൽ കൊടുത്തിരിക്കുന്ന വലതുഭാഗത്ത്, സാൻഡലല്ല പീച്ച് കളറിലാണ്, ഇതൊരു പീച്ച് കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് കളർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് നമുക്ക് സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വളരെ കിട്ടുന്നത് തന്നെ നമുക്കിവിടെ ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ വലിയൊരു ഓപ്പൺ സ്പേസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. PVC വിൻഡോസിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു ഏരിയ നമുക്കിവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിൽ ഒരുപാട് വെളിച്ചം കിട്ടുന്നൊരു ബെഡ്റൂം കൂടിയാണ്. നമ്മൾ താഴെ കണ്ട കബോർഡ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ബാത്റൂം കാണാം. സെയിം ബാത്റൂം തന്നെയാണ്, താഴെ കണ്ട സെയിം ബാത്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പാരലി ആയിട്ട് പൊങ്ങിയിരിക്കുന്ന ഒരു റൂമാണ്. ഇതുപോലെ തന്നെയാണ് അപ്പുറത്ത് നമ്മൾ സെയിം കണ്ടത്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഡിസൈൻ സ്ട്രക്ചർ ഇവിടെ ഇല്ല, എന്നാൽ ഒരു കോൺട്രാസ്റ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 പാളികളുള്ള ഒരു മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു കബോർഡ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ ആണ്. മുഴുവനായിട്ട് ടൈലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗം വരെ ടൈലിൽ ചെയ്തിട്ടുണ്ട്. ഗോൾഡ് മെഡലിൻ്റെ ഫാനാണ്, എക്സോസ്റ്റ് ഫാനാണ് കൊടുത്തിട്ടുള്ളത്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ് നമുക്ക് കാണാവുന്നത്. വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു റൂമുണ്ട്. റൂമെന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിനെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ ടെറസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ്. ചുരുക്കം പറഞ്ഞാൽ 4 ബെഡ്റൂമല്ല 5 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. 5ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ചെറിയൊരു സ്പേസ് ആണ്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പടികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പേസ് ആണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ എത്തിയിട്ടില്ല.
ബാൽക്കണിയും കൂടെ കാണിച്ചാൽ മാത്രമേ എൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തൂ. ഇതിൻ്റെ ബാൽക്കണി സ്പേസ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെയാണ് ആ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി ഏരിയ ആണ്. ഇവിടം കൊണ്ട് തീർന്നില്ല, ഇത്രയും ഭാഗം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. അതുപോലെ മുകളിൽ നമുക്ക് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സോ ഇത്രയും മനോഹരമായിട്ടുള്ള, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയക്കകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട്, അതായത് 2200 സ്ക്വയർ ഫീറ്റിൽ 4.5 സെൻറ്റിൽ 2 വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ബ്രിക്കിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എത്ര രൂപയായിരിക്കും? 1,15,00,000 രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത്. സ്കൂൾ അടുത്തുണ്ട്, കോളേജ് അടുത്തുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രോസറി ഷോപ്പുകളുണ്ട്. ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണെന്ന് വെച്ചാൽ ഷോപ്പുകളെല്ലാം വളരെ അടുത്താണ്. സോ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ സൈഡിൽ കാണുന്ന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഒരു വിസിറ്റ് നടത്തി ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാം. അതിനുശേഷം നമുക്ക് ബുക്കിങ്ങും കാര്യങ്ങളോ ആയിട്ടൊക്കെ ഫ്രണ്ടിലോട്ട് പോകാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ സ്വപ്നഭവനം പൂർത്തീകരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ.